സിനിമ ഇറക്കിയാലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് അതിൻ്റെ പേരും അതിനകത്തെ കഥാപാത്രങ്ങളുടെ പേരും ഒക്കെ തന്നെ. പെട്ടെന്ന് മനുഷ്യൻ്റെ മനസ്സിലേക്ക് കീറാൻ പറ്റുന്ന സാധനങ്ങളുണ്ടെങ്കിലുണ്ടല്ലോ, പെട്ടെന്ന് ആ പടം കീറിയാൻ ക്ലിക്കാവും. അതുതന്നെയാണ് ഇന്ന് സംഭവിച്ചത്. കാരണം ഖലീഫ എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ഒരു ചിത്രം ഇറങ്ങാൻ പോകും. അതിൻ്റെ ഗ്ലിംസ് വീഡിയോ ഒക്കെ പൃഥ്വിരാജിൻ്റെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് അവരിറക്കിയായിരുന്നു. അതിനകത്ത് ഇന്ദ്രൻസിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. മിസിസ് ഗാന്ധിയെ മുട്ടുകുത്തിച്ച മാമ്പറക്കൽ അഹമ്മദ് ഹാജിയായിട്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അന്ന് പലരും പറഞ്ഞത് അത് മമ്മൂട്ടി അവതരിപ്പിക്കുന്നു എന്നൊക്കെ ആയിരുന്നു കേട്ടത്. പക്ഷെ ഇന്ന് പൃഥ്വിരാജ് തന്നെ പുറത്തു വിട്ടിരിക്കുന്നു മാമ്പറക്കൽ അഹമ്മദ് ഹാജിയായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം എൽബ്രാൻ ലാലേട്ടനാണ്. അത് മാത്രമല്ല, ഒരു കൈ എന്താ പവറെന്നറിയാം. ഈ പേര് തന്നെ ഒരു പവറാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില സാധനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറിപ്പറ്റും. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇതിൻ്റെ ഹൈപ്പങ്ങ് ഉയർന്നു എന്നുള്ളതാണ്. 2026 ഓണത്തിനാണ് ഇതിൻ്റെ ആദ്യ പാർട്ട് ഇറങ്ങുന്നത്. ആയിട്ടാണ് മാമ്പറക്കൽ അഹമ്മദ് ഹാജി വരുന്നത്. അമീർ ഹാജി എന്ന് പറയുന്ന കഥാപാത്രം പൃഥ്വിരാജാണ് അവതരിപ്പിക്കുന്നത്. അച്ഛനോ മുത്തച്ഛനോ ആയിട്ടാണ് മാമ്പറക്കൽ അഹമ്മദ് ഹാജി വരുന്നത്. അത് ലാലേട്ടനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. സാധനമല്ലേ, ഇത് മാമ്പറക്കൽ അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ പേരും ലാലേട്ടൻ്റെ രൂപമായിട്ട് നമ്മൾ സങ്കല്പിച്ച് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത സാധനം. അതുമല്ല, ഈ കൈയും കൂടെ ഒന്ന് വെച്ച് നോക്കിയേ. കാരണം ഈ കൈ തന്നെ ശ്രദ്ധിച്ചേ, കയ്യിലൊരു ചുരുട്ട്, കയ്യിലൊരു വലിയൊരു മോതിരം, സ്വർണ്ണ ചെയിന്, തോക്ക് മേശപ്പുറത്ത്. എന്തിന് പറയുന്നു, മേശപ്പുറത്ത് മൊത്തം ഗോൾഡ് മാത്രം. അവിടെ രക്തമെല്ലാം പറ്റിക്കിടപ്പുണ്ട്, കയ്യിലും ബ്ലഡുണ്ട്. അപ്പോൾ ഒരു അസാമാന്യമായ കഥാപാത്രമാണ് ഇതിനകത്ത് ലാലേട്ടൻ അവതരിപ്പിക്കുന്നതെന്ന് ഈ പോസ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് വൈശാഖാണ് ഈ ചിത്രത്തിലെ സംവിധായകൻ. വൈശാഖ് എന്ന് പറയുന്ന സംവിധായകനെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളത് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ എങ്ങനെ പ്രേക്ഷകർ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ പുലിമുരുകനെ കണ്ടു. വൈശാഖ് നേരത്തെ തന്നെ പറഞ്ഞിട്ടൊരു അസാമാന്യമായൊരു കഥാപാത്രമായിട്ട് ഞാൻ വരുന്നുണ്ട്, ലാലേട്ടൻ്റെ ഡേറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഈ പടം തന്നെയാണെന്ന് തോന്നുന്നു. ഇത് രണ്ടാമത്തെ പാർട്ടിലാണെന്ന് തോന്നുന്നു. ലാലേട്ടൻ്റെ ഒന്നാമത്തെ പാർട്ടി കാണിക്കുമായിരിക്കാം, ലാലേട്ടൻ രണ്ടാമത്തെ പാർട്ടിൽ ഗംഭീര റോളുമായിട്ട് വരുന്നുണ്ട് എന്നാണ് അണിയറ പ്രവർത്തകർ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പം ലാലേട്ടൻ നിറഞ്ഞാടുന്ന, ഞാനതാണ് പറഞ്ഞത്, ഇപ്പം മിക്കവാറും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിലെല്ലാം ലാലേട്ടൻ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുക. നമ്മളിപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലാലേട്ടൻ മെയിൻ റോൾ അല്ലെങ്കിലും കാമിയോ ആയിട്ട് വരുന്ന ഒത്തിരി റോളുകളുണ്ട്, ഗസ്റ്റ് റോളായിട്ട് വരുന്ന ഒത്തിരി സിനിമകളുണ്ട്. ബബ്ബബ്ബ എന്ന സിനിമ ഷൂട്ടിംഗ് ഇറങ്ങി കുറച്ചായപ്പോഴത്തേന് എല്ലാവരും ദിലീപും വിനീതും ഒക്കെ അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും വലിയ ഹൈപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ലാലേട്ടൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ഹൈപ്പങ്ങ് കൂടി. ഇപ്പം 18-ാം തീയതി റിലീസാകാൻ പോകുന്നത്. അതിനിടയിലാണ് ലാലേട്ടൻ ജയിലറിലേക്ക് അഭിനയിക്കാൻ പോകുന്നത്. പിന്നാണ് അറിയുന്നത് വേണ്ട ഖലീഫയിലും ലാലേട്ടനൊരു മികച്ച റോളുണ്ട്. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്, ഒരു ബ്രാൻഡ്, എൽ ബ്രാൻഡ് എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, മലയാള സിനിമയിൽ അഭിവാജ്യ ഘടകമായി പോയി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോടികൾ മുടക്കുന്നത്. അതിന് ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ 100 കോടി മുടക്കിയാണ് MMM എന്ന ചിത്രം സംവിധാനം ചെയ്യും. അപ്പോൾ അതിനകത്ത് കാശ് മുടക്കുമ്പോൾ അത് തിരിച്ചു പിടിക്കണ്ടേ, അതിൻ്റെ ഒരു ഘടകമായിട്ട് ലാലേട്ടൻ മാറി. ലാലേട്ടൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പം ഗംഭീരമായ ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2026 ലാലേട്ടൻ കത്തിക്കുമെന്ന് 100% ഉറപ്പാണ്. അപ്പം പുതിയ പോസ്റ്റർ ലാലേട്ടനും അതുപോലെ പൃഥ്വിരാജും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. മികച്ച പ്രതികരണം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം 2026 രണ്ടാം ഭാഗം ഇറങ്ങുമെന്നറിയില്ല. ഒന്നാം ഭാഗം ഏതായാലും ഇറങ്ങും. ആദ്യമേ ചിലപ്പം പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ കഥയായിരിക്കും പറയുന്നത്. രണ്ടാം ഭാഗത്തിലായിരിക്കും മാമ്പറക്കൽ അഹമ്മദ് ഹാജിയുടെ കഥ പറയുന്നത്. ഗംഭീര സാധനമായിരിക്കും. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കുളിരാണിനി.
ഈ ലാലേട്ടൻ്റെ രൂപവും കൂടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ആയി. ഇപ്പം തന്നെ നമ്മുടെ മനസ്സിലൊരു രൂപമുണ്ട്. ഈ കയ്യിലെ മോതിരവും അതുപോലെ തോക്കും കയ്യിലെ ചെയിനും ഒക്കെ ആയിട്ട് ഒരു ഗംഭീര കഥാപാത്രം നമ്മുടെ മനസ്സിൽ തന്നെ ഉദിച്ചു വരുന്നുണ്ടല്ലേ. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണിനി. ലാലേട്ടൻ്റെ നിരവധി കഥാപാത്രം അണിയറയിൽ ഒതുങ്ങുന്നുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.